welcome to our channel. My name is Divya Brindo. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഫോട്ടോഷൂട്ട് ആണ്. എന്താണെന്നല്ലേ, പീകോക്ക് ഫോട്ടോഷൂട്ട് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം അല്ലേ. ഇതൊരു ലുക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലിംഗ് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളൊരു അപ്പർ ഡോനറ്റ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ഡോനറ്റ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ഒരു നീറ്റ് ലുക്കുള്ള ഹെയർ സ്റ്റൈലിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ ലുക്കിന് കൊടുക്കുന്നത്. ഒരു ഹാഫ് ഹെയർ എടുത്ത് നമ്മൾ ഹൈ പോണി കൊടുക്കണം. ജസ്റ്റ് ഈ ഒരു പാർട്ട് നമ്മളെല്ലാം ഈക്വൽ ആക്കുവാണ്, ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുവാണ്. ദെൻ നമ്മൾ ക്യൂനയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കോംബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഹെയറും കൂടി നമ്മൾ പോണി കെട്ടി കൊടുക്കാൻ പോവാണ്. ബാക്കിയുള്ള ഹെയറിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് നമ്മൾ ഹാഫ് പോർഷനിലേക്ക് ഫസ്റ്റ് കെട്ടിയ പോണിയിലേക്ക് നമ്മൾ കെട്ടി കൊടുക്കുകയാണ്. അടുത്ത ഹാഫ് പോർഷൻ നമ്മൾ ഇത്തരത്തിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ പോണി കെട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോണി ഹെയർ സ്റ്റൈൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഹൈ പോണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരൊറ്റ ബുഷിനെ ഫുള്ളും കൂടെ കൂട്ടി കെട്ടുമ്പോഴത്തേക്കും അത് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഊർന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എല്ലാം കൂടി ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഡോനറ്റ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഡോനറ്റ് നന്നായിട്ട് യൂപിൻസ് വെച്ച് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയത് കാരണം സൗണ്ട് ഒന്നും റെക്കോർഡായിട്ടില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇനി നമ്മൾ ഈ ഡോനറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫുള്ള് ഹെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം വൃത്തിയായി കോംബ് ചെയ്ത് നല്ലൊരു ബുഷ് ഇട്ട് നമ്മൾ സെക്യൂർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ മിച്ചം വരുന്ന മുടിയെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ യൂപിൻസ് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നു. നല്ലൊരു നീറ്റ് ലുക്കിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പീകോക്ക് തീമിന് ചേരുന്ന നെയിൽസ് ഒക്കെ നമ്മൾ ഒട്ടിച്ചു. എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഞാൻ ഒട്ടിച്ചിട്ടില്ല, കാരണം എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് അത് ഒട്ടിക്കാത്തത്. ഈ നെയിൽസ് ആക്ച്വലി വന്നിട്ട് ശരിക്കും ഒരു മൾട്ടി കളർ നെയിലാണ്. ഇത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ വരുന്ന ഒരു നെയിലാണിത്. ഈ ഒരു ലുക്കിന് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ഗുജറാത്തിൽ പോയി ചെയ്തതാണ്. മേക്കപ്പ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കാരണം ഷൂട്ടും വീഡിയോ എടുക്കലും എല്ലാം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സാണ്. ഇതിൻ്റെ ടെയിലൊക്കെ നല്ല നീളത്തിലുണ്ട്. ലുക്കിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. ഫസ്റ്റ് ഈ ഡ്രസ്സിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ ബൊട്ടിക്ക് കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈ കാണുന്നതാണ് ഇല്ലുസ്ട്രേഷൻ. അപ്പം നമ്മൾ ബൊട്ടിക്ക് പോയി അടിപൊളിയായിട്ട് അവരെ ചെയ്തു തന്നു, കാരണം സ്റ്റിച്ച് ചെയ്യാനോടെയുള്ള ഒരു ടൈം എനിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഷൂട്ടിൽ ഞാൻ കുറേ എക്സ്ട്രാ എലമെൻറ്റ്സ് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് ആയിട്ടും ഓർണമെൻറ്റ്സ് ആയിട്ടും ഒക്കെ ഒരുപാട് എലമെൻറ്റ്സ് ഈ ഷൂട്ടിൽ വരുന്നുണ്ട്. ഈ ഒരു പീകോക്ക് തീം റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ നെയിൽ തന്നെ അതിന് എക്സാമ്പിളാണ്. ഇതുപോലത്തെ കിഡിലൻ ഐറ്റംസ് ആണ് ഈ ഷൂട്ട് ഫുള്ള്. അപ്പോൾ ഈ ഷൂട്ടിൽ മെയിൻ ആയിട്ടും എടുത്ത് കാണിക്കുന്ന നമ്മുടെ മേക്കപ്പ് അല്ല, മേക്കപ്പിനെക്കാട്ടും ഉപരി ഈ ഷൂട്ടിലുള്ള ഓർണമെന്റ്സ്, ആക്സസറീസ്, എക്സ്ട്രാ എലമെന്റ്സ് വേറെ ഉണ്ട്. മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്, കാരണം നമ്മുടെ ഫേസ്, നമ്മുടെ അപ്പിയറൻസ് ഒക്കെ നന്നായിട്ടിരിക്കുന്നത്, നമ്മുടെ ഒരു ഫ്രഷ് ലുക്ക് വരണമെങ്കിൽ മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്കപ്പ് വളരെ ന്യൂഡായി കൊടുത്തതിന് ശേഷം കൂടുതലും ഡ്രസ്സിനും ആക്സസറീസിനും ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ ഈ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി എൻ്റെ സ്കിന്നിലെ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ഇവ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ആയിട്ട് നമ്മൾ ഡെർമാലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. നെയിൽസ് ഉള്ളത് കൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കണ്ണിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ സീനാവും. പിന്നെ അടുത്ത സ്റ്റെപ്പ് മറ്റൊന്നുമല്ല, സ്കിൻ പ്രൈമറാണ്. പ്രൈമറായിട്ട് നമ്മൾ മാക്കിൻ്റെ പ്രിപ്പൻ പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കൊടുക്കുക സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനായിട്ട്, എന്നിട്ടാണ് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാവുള്ളൂ. നമ്മൾ എന്നത്തെ പോലെ തന്നെ ഐ ഏരിയയിലാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ണിൻ്റെ ഏരിയ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. മാക്കിൻ്റെ കൺസീലർ പാലറ്റാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐഷാഡോ ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഐഷാഡോ ലുക്ക് ചെയ്യാനായിട്ട് ഹ്യൂഡ ബ്യൂട്ടി പാലറ്റിലെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറും അതുപോലെ കുറച്ച് ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറും മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. വളരെ ലൈറ്റ് മേക്കപ്പാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കണ്ണിന് ഒരു ബ്രൗൺ കളർ നമ്മൾ കൊടുത്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റിംഗ് ആണ്. ഹൈഡ ബ്യൂട്ടി പാലറ്റിലെ ബബ്ലി എന്ന് പറയുന്ന ഷെയ്ഡാണ് നമ്മൾ കൊടുക്കുന്നത്.
ഇതാണ് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയുള്ള ഈ ഏരിയ ആണ് നമ്മുടെ ഹൈലൈറ്റിംഗ് പോർഷൻ. ൻ്റെ ഐജലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഐ ഷാഡോ പാലറ്റിൽ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ ഐലാഷ് ആണ് വെക്കാൻ പോകുന്നത്. ഐലാഷ് മാക്കിൻ്റെ ഐലാഷ് ആണ്. നമ്മൾ ഐലാഷ് ഒക്കെ ഒട്ടിച്ചു. ഐലാഷ് ഒട്ടിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ആണ്. എന്താണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. മേക്കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പാട്ടെന്ന് പറയുന്നത് ഐലാഷ് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഫൗണ്ടേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഫൗണ്ടേഷൻ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് ഫൗണ്ടേഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ NC41 ആണ്. എൻ്റെ കറക്റ്റ് സ്കിൻ ഷെയ്ഡാണത്. ഈ ബ്ലെൻഡർ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പ്രോഡക്ട്സ് ഒന്നും സ്കിന്നിലിരിക്കാതെ നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. കോമ്പാക്ട് പൗഡർ നമ്മൾ മാക്കിൻ്റെ തന്നെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് NC41 തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു മേക്കപ്പാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഡ്രസ്സിനും അതുപോലെ ആക്സസറീസിനാണ് കൊടുക്കുന്നത്. മേക്കപ്പ് വളരെ ലൈറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ അതേ സ്കിൻ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം. ബ്ലഷ് നമ്മൾ മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. പൊളി ഷെയ്ഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഹൈലൈറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മാക്കിൻ്റെ ഹൈപ്പർ ഗ്ലോ പിഗ്മെൻറ്റേഷൻ പാലറ്റാണ്. നല്ല അടിപൊളി പാലറ്റാണ് കേട്ടോ. കാരണം ഇതിനകത്ത് ഏകദേശം എല്ലാ സ്കിൻ ഷെയ്ഡുകാർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ 3 ഷെയ്ഡ്സ് ഉണ്ട്. ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് ഫാൻ ബ്രഷ്. ഈ ബ്രഷ് വെച്ചാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കോണ്ടോറിങ് ആണ്. കോണ്ടോറിങ് ആയിട്ട് നമ്മൾ സ്മാഷ് ബോക്സിൻ്റെ കാലി കോണ്ടോർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് കോണ്ടോറിങ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം വെച്ച് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുവാണ് ലിപ്സ്. ഇത് മാക്കിൻ്റെ ബ്രിക്ക് കളർ ലിപ് പെൻസിലാണ്. ഇത് വെച്ച് ജസ്റ്റ് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു ലിപ്സ്. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലിപ്സ് എപ്പോഴും നമ്മൾ ലിപ് ലൈനർ വെച്ച് ഡിഫൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അതെപ്പോഴും ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ലൈനർ മുകളിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹ്യൂഡോ ബ്യൂട്ടിയുടെ 3rd ഡേറ്റ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രിക്ക് കളർ ലിപ്സ്റ്റിക്കാണ്. ഇത് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇനി അടുത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചാർലറ്റ് ട്രൈബറിയുടെ പില്ലോ ടോക്ക് എന്ന് പറയുന്ന ലിപ് ഗ്ലോസ് ആണ്. അടിപൊളി അടിപൊളി ഓസം പ്രോഡക്റ്റ് ആണ്. ഇത് ഓസമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കണ്ടോ, ഒരു ന്യൂഡ് ഗ്ലോസി ലിപ്സ് പോലെയല്ലേ ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇത്ര നാളെ മേടിച്ച എൻ്റെ ബ്യൂട്ടി പ്രോഡക്ട്സിൽ എനിക്ക് ചാർലറ്റ് ട്രൈബറിയുടെ ഈ ലിപ് ഗ്ലോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ പൈസ മുടക്കുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ മേക്ക് ഓവർ എങ്ങനെയുണ്ട്, മേക്കപ്പ് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെയുള്ള ആക്സസറീസ് ആട്ടോ. ഞാൻ വളരെ കാലം കഷ്ടപ്പെട്ട് കുത്തി ഇരുന്ന് ഉണ്ടാക്കിയെടുത്ത് കുറേ ജ്വല്ലറീസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കൂടുതലും നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. ഷൂട്ടിന്റെ മെയിൻ ആക്സസറി എന്ന് പറയുന്നത് ഈ ക്രൗൺ ആണ്. ഇൻസ്റ്റ ഫോളോവേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി ഈ ഷൂട്ടിന്റെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി വലിയ ക്രൗൺ ആയിരുന്നു, കുറച്ചുകൂടി വലിയൊരു ക്രൗൺ ആയിരുന്നു ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. പക്ഷേ ഇതൊരു കുട്ടി ക്രൗൺ ആണ്. ഈ ക്രൗൺ ഞാൻ ഇവിടെ വെച്ചുണ്ടാക്കിയതാട്ടോ. ഓക്കെ, അതിനെ പറ്റിയുള്ള സ്റ്റോറീസ് ഞാൻ പറയാം. ഏകദേശം ഒരു വർഷമായിട്ട് ഈ ഒരു പീകോക്ക് ഷൂട്ടിന്റെ പ്ലാൻ എൻ്റെ മനസ്സിലുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ആക്സസറീസും ഈ ക്രൗണും ഒക്കെ ഉണ്ടാക്കി. ഒരു സമയത്താണ് ഈ ഗുജറാത്ത് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ റാൺ ഓഫ് കച്ചില്ലേ, നമ്മുടെ വെളുത്ത മരുഭൂമി ഗുജറാത്തിലെ, അവിടെ പോകാൻ നമുക്ക് ഒരു അവസരം കിട്ടും എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ വെച്ച്
എന്തുകൊണ്ട് ഈ ഷൂട്ട് നമുക്ക് ചെയ്തുകൂടാ, അവിടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമല്ലോ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളറിൽ കിടക്കും. അതല്ല ഗുജറാത്തിലെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് ഒന്ന് പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഇങ്ങനെ ലാൻഡ്സ് ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ്, അധികം പൊക്കമുള്ള ഹൈറ്റുള്ള ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ വെച്ച് എന്തുകൊണ്ട് ഈ ഷൂട്ട് ചെയ്തുകൂടാ, ഈ ഷൂട്ടിന് കുറച്ചുകൂടെ ഒരു ശ്രദ്ധ കിട്ടും. കാരണം നമ്മുടെ ഇവിടെ ഞാൻ ഇവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത ഏതെങ്കിലും വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ കുറച്ച് ഹില്ലി ഏരിയാസിൽ പോയിട്ട് ചെയ്യാമെന്ന് ഓർത്തുള്ള പ്ലാനിലായിരുന്നു. എന്നാലും ഫുള്ള് ഈ പച്ചപ്പായതുകൊണ്ട് ഈ ഒരു ലുക്ക്, ഈ ഒരു ബ്ലൂ ഗ്രീൻ കളേഴ്സൊക്കെ അതിൽ ഡിമ്മായി പോകുന്ന എനിക്കൊരു ആ ഒരു വിഷമം, ഇങ്ങനെ ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഗുജറാത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്തതും അങ്ങോട്ട് പോകാനുള്ള അവസരമൊക്കെ കിട്ടിയത്. ഭയങ്കര ലക്കായിട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഈ ഷൂട്ട് അവിടെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഫുള്ള് റാൺ ഓഫ് കച്ചിൽ വെച്ച് ഈ ഷൂട്ട് ചെയ്യുന്നതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ റാൺ ഓഫ് കച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഉദ്ദേശിച്ച സ്ഥലത്ത് വെളുത്ത മരുഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനെപ്പറ്റിയുള്ള സ്റ്റോറീസൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലുണ്ടാവും. പിന്നെ ഷൂട്ട് അങ്ങോട്ടാക്കിയപ്പോൾ വന്ന അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീകോക്ക് ഫെതേഴ്സ് എങ്ങനെ കൊണ്ടുപോകും. ഇത്രയും പീകോക്ക് ഫെതേഴ്സ് നമ്മൾ പ്ലെയിനെ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സീനാവും. കാരണം നമ്മൾ മയിൽ വേട്ടയ്ക്കൊക്കെ എങ്ങനെ പിടിച്ചാലോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന സാധനമാണ്. നമ്മൾ പ്ലെയിനെ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് സീൻ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാനിതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഞാൻ ആദ്യമേ തന്നെ ഈ ഗുജറാത്ത് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ പ്ലെയിനെ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനിതിവിടെ വച്ചിട്ട് അവിടെ ചെന്നിട്ട് വേറൊരു ക്രൗൺ ഉണ്ടാക്കി. അപ്പം ഞാൻ ആകെ മൊത്തം നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇനി എനിക്കൊരു ക്രൗൺ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് എല്ലാ സാധനങ്ങളും മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, ഗ്ലൂ ഗണ്ണ്, ഹെയർ ബാൻഡ്, കുറച്ച് പേപ്പറുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് വേണ്ടിയിരുന്നു. പിന്നെ മയിൽപ്പീലി അത് എവിടുന്ന് മേടിക്കാൻ കിട്ടും, അങ്ങനെ 100 പ്രശ്നം. അപ്പം ഞാൻ അവിടെ ചെന്ന് മയിൽപ്പീലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്രൗൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്രൗൺ ഇല്ലാതെ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട് ഡസ്റ്റ് അടിച്ച് പോകുമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇതിനെക്കാട്ടും കിഡിലൻ ക്രൗൺ ആണ് എനിക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അതാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. അവിടെ ചെന്നിട്ട് വേറെ ക്രൗൺ ഞാൻ ഉണ്ടാക്കി. ഇതിനെക്കാട്ടിലും നല്ല ക്രൗൺ ഉണ്ടാക്കാനായിട്ട് ദൈവം എന്നെ ബ്ലെസ് ചെയ്തു. അങ്ങനെ വേറൊരു ക്രൗണൊക്കെ ഉണ്ടാക്കി കിഡിലനായിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തു. പക്ഷേ മേക്കപ്പ് വീഡിയോ എടുക്കാൻ ആയിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹറിബറി ആയിരുന്നു. നമ്മൾ ആകെ 25 ഡേയ്സ് എങ്ങാണ്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ബ്രിൻഡോയ്ക്കും നമ്മുടെ ബ്രിൻഡോ എന്ന് പറയുന്ന ചാനലിലേക്കും വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എൻ്റെ മേക്കപ്പ് വീഡിയോസ് എടുക്കാനൊന്നും സമയമില്ലായിരുന്നു. കാരണം ബ്രിൻഡോ എവിടെയെങ്കിലും പോകുമ്പോൾ ആ കൂടെ ഞാനും റെഡിയായി നിൽക്കണം പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഫോട്ടോയിൽ കാണുന്ന ആ ക്രൗൺ ഉണ്ടാക്കാനായിട്ട് ഏകദേശം എത്ര മയിൽപ്പീലി വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ കുറേ മയിൽപ്പീലി വേണ്ടി വന്നു കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ക്രൗണ്. മറ്റേ ക്രൗണ് അത് നമ്മൾ വേറൊരു കുട്ടിക്ക്, അവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു, ആ കൊച്ചിനെ ഗിഫ്റ്റ് ചെയ്തിട്ട് പോന്നു. അത് നമുക്ക് പ്ലെയിനെ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഈ മേക്കപ്പ് ചെയ്യുന്ന ഈ സമയത്ത് ഞാൻ ഈ ക്രൗൺ വെച്ചാണ് തൽക്കാലം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്രയും ഭംഗിയില്ല, ഇപ്പം എനിക്ക് ആ ക്രൗൺ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ആക്സസറി. ഇതിൽ ഏകദേശം എത്ര മയിൽപ്പീലി ഉണ്ടാവും, ഒരു 10-30 മയിൽപ്പീലി എന്താണേലും ഉണ്ടാവും. പിന്നെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ബാൻഡിൽ ക്രൗൺ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെക്സിബിൾ അല്ല. ഇപ്പോൾ എനിക്ക് ഇവിടെ കയറ്റി വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടെ ഒട്ടിച്ച് മയിൽപ്പീലി എല്ലാം കൂടെ ഒട്ടിച്ച് വരുമ്പം ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയാണ്, ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അപ്പോൾ ക്രൗൺ ഉണ്ടാക്കാൻ ഇനി വേറെ എന്തെങ്കിലും മാർഗ്ഗം ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ അവിടെ വെച്ചുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം അത് വയ്ക്കായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. എന്തോ ഹെയർ ബാൻഡ്സിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മൾ നല്ല ഹെയർ ബാൻഡ്സ് സെലക്ട് ചെയ്യുക എപ്പോഴും ക്രൗൺ ഉണ്ടാക്കുമ്പോഴൊക്കെ. പിന്നെ ഈ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഇത് 1 വർഷമായിട്ട് ഈ ഒരു ഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണെന്ന്. അപ്പം അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മിസ്സായിപ്പോൾ. അടുത്ത ആക്സസറി വന്നിട്ട് ഈ ഒരു ചെയിനാണ്. ഇത് ഫുള്ള് നമ്മൾ സിൽക്ക് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല പീകോക്ക് ബ്ലൂ സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു ലോക്കറ്റ് ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ്. ഇതിനൊക്കെ ഞാൻ ജുവലറി മേക്കിംഗ് ജസ്റ്റ് ഒന്ന് ഫാഷൻ ഡിസൈനിങ് പഠിച്ചപ്പോൾ പഠിച്ചതേ ഉള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഈ ഒരു ലോക്കറ്റില്ലേ, ഈ സംഭവമൊക്കെ നമുക്ക് കടയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ കിട്ടും. പിന്നെ ഈ ഒരു കുന്തൻ ബീഡ്സ് ഒക്കെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തൊരു മാലയാണ്. ഇതാണ് ഒരു ആക്സസറി. ഒരുപാട് ആക്സസറീസ് ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ ആക്സസറി വെച്ചിട്ട് ഓരോ ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചു. അപ്പം അത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. രാത്രിയിലെ ഗ്രാമീണ സ്ത്രീകൾ ഇടുന്ന ഒരു തരം വളയാണിത്. ഇത് കണ്ടോ, ഒരു കാപ്പ്, ഒരു വളയാണിത്. അപ്പോൾ ഇതും ഞാൻ ഈ പീകോക്ക് ലുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. ബ്ലൂ കളറൊന്നും അല്ല, ഒരു ഓക്സിഡൈസ്ഡ് സിൽവർ ടൈപ്പാണ്. പക്ഷേ എന്തോ ഈ ഒരു ലുക്കിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒരു എലമെൻ്റായിട്ട് ഞാൻ
ഞാൻ ആഡ് ചെയ്തത്. പിന്നെ വേറൊരു ഹാൻഡ് ചെയിൻ ആണ്. ഇത് ആക്ച്വലി വന്നിട്ട് ഒരു ഗ്രീനും ബ്ലൂവും വെച്ചിട്ട് ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇതിനൊരു കൊളുത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് വന്നിട്ട് തുണിയാണ് വന്നിരിക്കുന്നത്. തുണിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലോക്കറ്റിൽ ഈ സ്റ്റോൺസും കാര്യങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ നമ്മൾ ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അടുത്ത ആക്സസറി വന്നിട്ട്. അടുത്തായിട്ട് ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ആക്സസറി എനിക്ക് കിട്ടി. അത് ഞാൻ ഗുജറാത്ത് ലോക്കൽ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. എനിക്ക് അത് കിട്ടിയപ്പോൾ ഉണ്ടായൊരു സന്തോഷം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിങ്ങനെ പീകോക്ക് തീം ചെയ്യാനിരിക്കുന്ന ഒരു അവസരത്തിൽ ഞാനിങ്ങനെ അതിന് 2 ദിവസം മുമ്പാണ് ഞാൻ ഗുജറാത്ത് ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ലോക്കൽ മാർക്കറ്റിലൂടെയൊക്കെ ഇങ്ങനെ കയറി നടക്കുമായിരുന്നു. അന്നേരം അതെ ഒരു അടിപൊളി റിങ് കണ്ടോ. ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഭയങ്കര റെയർ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു ബ്ലൂ കളറായിട്ടുള്ള ഒരു ഫെതേഴ്സ് അല്ലായിരുന്നു, ഇതിന് പിങ്ക് കളർ ഫെതേഴ്സ് ആയിരുന്നു. ഞാനത് മാറ്റി റിമൂവ് ചെയ്തിട്ട് ബ്ലൂ കളർ കയറ്റിയതാണ്. എന്താണെങ്കിൽ കൊള്ളാം അല്ലേ. ഇതാണ് നമ്മുടെ അടുത്ത ആക്സസറി വന്നിട്ട്. അടുത്ത ഇതാ ഈ ബാംഗിൾസ് ആണ്. പല പല പീകോക്ക് വേരിയൻ കളേഴ്സാണ് ഇത്. ബ്ലൂ, ഗ്രീൻ, അങ്ങനെ എല്ലാ ബ്ലൂ കളറും ഗ്രീൻ കളറും എല്ലാ കളേഴ്സും കൂടെ കൂടിയിട്ട് സിൽക്ക് ത്രെഡിൽ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് ഈ വളകൾ. അപ്പോൾ ഇതാണ് അടുത്ത ആക്സസറി വന്നിട്ട്. ഇതാണ് മൂക്കുത്തി. വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. വളരെ വളരെ പ്രീഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. എന്തൊരു ഭംഗിയാണ് ഈ മൂക്കുത്തിക്ക്. ഈ ഓർണമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചിടാനുള്ളതല്ല കേട്ടോ. പല പല ഫോട്ടോയ്ക്ക് പല പല ഓർണമെൻറ്റ്സ് നമ്മൾ മാറി മാറി ഇടും ലുക്ക് അനുസരിച്ച്. അപ്പോൾ ഇതാണ് ഈ മൂക്കുത്തിയുടെ ഒരു സ്റ്റൈല്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ആക്സസറി വന്നിട്ട് ഈ കമ്മലാണ്. മൾട്ടി കളർ സിൽക്ക് ത്രെഡിൽ ചെയ്തെടുത്താണ്. പിന്നെ അതിൽ കുറച്ച് ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ജുവലറി മേക്കിംഗ് ഐറ്റംസ് കിട്ടുന്ന സ്റ്റോറിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഒരുപാട് സമയം എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, 1 വർഷമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫോട്ടോഷൂട്ട് ലുക്കാണിത്. ഒരുപാട് ടൈം എടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് നമ്മുടെ ഷൂട്ടിൽ കൊണ്ടുവന്ന അടുത്തൊരു ആക്സസറീസ് ആണ്. ഇത് എന്താ, മെസ്സഞ്ചർ പാഡ് എന്നൊക്കെ പറയാം. പണ്ട് കാലത്ത് രാജാക്കന്മാരോ അല്ലെങ്കിൽ രാജ്ഞിമാരോ ഒക്കെ ഇതിലായിരുന്നു ഓരോ മെസ്സേജുകളൊക്കെ എഴുതി വിട്ടിരുന്നത്. ആ ഐറ്റമാണിത്. ഓക്കെ, ഇതിലെന്താണ് എഴുതിയിരിക്കുന്നതല്ലേ, പ്യാർ സബ് കുച്ച് ഹേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്നതും എഴുതുന്നതും പെയിൻറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നല്ലേ, പ്യാർ സബ് കുച്ച് ഹേ, സ്നേഹമാണെല്ലാം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതാനായിട്ടുള്ള എഴുത്താണിയാണ്. ഇതൊക്കെ എങ്ങനെ എഴുതുന്നതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യൂസ്. അതുപോലെ തന്നെ വേറൊരു സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് ഒരെണ്ണം. ഇതൊരു വിശറിയാണ്.